ഡോക്ടർ റോബിൻ പറഞ്ഞോട്ടെ, അത് അദ്ദേഹമല്ലേ പറയുന്നത്, ഞാൻ രേണുസുതി അല്ലേ, രേണുസുതി പറയുന്നത്. പറഞ്ഞോട്ടെ, എനിക്കറിയാം, എന്നെ അറിയാവുന്നവർക്കും അറിയാം. എന്റെ രേണുസുതി കേരളത്തിൽ നിന്ന് ആളെ കിട്ടാത്തത് കൊണ്ടാണോ ദുബായിലേക്ക് പോയത്, അറബികളുമായിട്ട് പോയത് എന്നാണ് പലരും ചോദിക്കുന്നത്. അങ്ങനെ ആരും കരുതണ്ട. അപ്പോഴും നമ്മുടെ കേരളത്തിലെ ആൾക്കാർ പറയുന്നത് ഇവിടെ നിന്ന് പിടിത്തരുമോ? എല്ലാരുമില്ല, ഒരു പറ്റം. ഇനി ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? ബിഗ് ബോസിൽ നിന്ന് വീക്ക്ലി ആണ് പേയ്മെന്റ് എന്ന് പറഞ്ഞു. എത്ര രൂപ കിട്ടും? അത് പറയാൻ പറ്റത്തില്ല. പേഴ്സണലി ആണ്, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഈവൻ അത് നമ്മുടെ ഡോക്ടർ റോബിൻ വരെ പറഞ്ഞു. ഡോക്ടർ റോബിൻ പറഞ്ഞോട്ടെ, അത് അദ്ദേഹമല്ലേ പറയുന്നത്, ഞാൻ രേണുസുതി അല്ലേ, രേണുസുതി പറയുന്നില്ല. അല്ല, പലരും 1 ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ 50,000 പറഞ്ഞോട്ടെ, എനിക്കറിയാം, എന്നെ അറിയാവുന്നവർക്കും അറിയാം എന്റെ എത്ര രൂപ പേയ്മെന്റ് എന്ന്. എനിക്കതിപ്പോ പുറത്ത് പറയാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നീട് വൈറൽ, ഏതായാലും 1 ലക്ഷം ഒന്നുമില്ല, 50,000 ഇല്ല. അതിനുശേഷം വൈറലാവുന്നത് ഒരു അറബിയുമായിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. രേണുസുതി കേരളത്തിൽ നിന്ന് ആളെ കിട്ടാത്തത് കൊണ്ടാണോ ദുബായിലേക്ക് പോയത്, അറബികളുമായിട്ട് പോയത് എന്നാണ് പലരും ചോദിക്കുന്നത്. ചോദിക്കട്ടെ, പലരും ചോദിക്കട്ടെ, പലരും ചോദിക്കൂ, എനിക്ക് വിഷയമല്ല. അതെന്താണ് ഞാൻ പറയേണ്ടത്? അറബിയുടെ കാര്യമാണോ പറയേണ്ടത്, ആ ഫോട്ടോയുടെ എന്താ പറയാ കാര്യമാണോ പറയേണ്ടത്? അറബിയുടെ കാര്യം. ഓക്കെ, അത് ഞാൻ പാപ്പിലോൺ റെസ്റ്റോറന്റിൽ നമ്മള് പ്രമോഷന് പോയതല്ലേ, അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം അവിടെ വരുന്നതാണ്, ഫുഡൊക്കെ കഴിക്കാൻ വരുന്നതാണ്. അപ്പം ഞാനിങ്ങനെ, അപ്പൊ ആള് നോക്കുമ്പോഴത്തേന് കുറെ മലയാളീസ് ഒക്കെ വന്നിട്ട് എനിക്ക് നമ്മൾ സെൽഫി എടുക്കണേ, ചേച്ചി എന്ന് പറഞ്ഞ് സ്നേഹിച്ച് സെൽഫി എടുക്കുന്നുണ്ട്. സ്റ്റാഫിനോട് ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു. ആൾക്കറിയില്ലല്ലോ, ആളൊരു സൗദി അറേബ്യയിലെ അറബിയാണ്. അപ്പൊ പറഞ്ഞു ഇന്ന പോലെ രേണുസുതി എന്നാ പേര്, സെലിബ്രേറ്റ് ചെയ്യാം, മലയാളം സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഞാനും കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്തു. എനിക്ക് അവരുടെ ഫോണിലാണ് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു. എന്തായാലും ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇട്ടു. അതാണ് സംഭവിച്ചത്. പിന്നെ അറബി കയറി വൈറലായി, പുതിയ ജീവിതം തുടങ്ങി എന്നൊക്കെ പറയാം. കമന്റ്സ് ഒന്നും ഞാൻ വായിച്ചില്ല, ചിലത് മാത്രം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഒരെണ്ണം കണ്ടു, പുതിയ ജീവിതം തുടങ്ങി എന്നൊക്കെ. അതെ, രേണുസുതി ദുബായി പോയി അറബിയെ കെട്ടി കേരളം. അങ്ങനെയാണ് എന്ത് കേരളത്തിലെ ആൾക്കാർ. ശല്യം ഒഴിഞ്ഞു പോയി. അതാ ഞാൻ പറഞ്ഞത്. അതെ, തീർച്ചയായിട്ടും. അങ്ങനെ ആരും കരുതണ്ട, കേരളത്തിൽ നിന്ന് രേണുസുതി ഒഴിഞ്ഞു പോകത്തില്ല. ആ ശല്യം എന്നും ഇവിടെ നിലനിൽക്കും. ആ പറഞ്ഞവരോടാ ഞാൻ പറയുന്നത്. സമാധാനം ഇല്ലല്ലോ, സമാധാനം കൊടുക്കത്തില്ല. എന്നെ ശല്യം എന്ന് പറഞ്ഞവരുടെ സമാധാനം കൊടുക്കുക. ഡെയിലി 10 റീലും 10 പ്രമോഷനും അനുഭവിച്ചോ. അതുപോലെ തന്നെ ഒരു ആഫ്രിക്കക്കാരന്റെ കൂടെ ഫോട്ടോ എടുത്തിട്ട് എന്റെ ആഫ്രിക്കൻ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിട്ടിട്ടുണ്ടായിരുന്നു. അതിനും ഒരുപാട് മോശം കമന്റ്സ് ആണ് പുറത്ത് വരുന്നത്. അതിന് തിരിച്ച് ഞാൻ 2-3 എണ്ണത്തിന് നല്ല കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കാൻ പോയില്ല, എനിക്ക് സമയമില്ലായിരുന്നു. എന്തുവായിരുന്നു അത്? ആഫ്രിക്കക്കാരൻ നമ്മുടെ ബൗഞ്ചേഴ്സിലെ ആളാണ്, നമ്മുടെ പാപ്പിലോണിലെ. അപ്പൊ അദ്ദേഹം എന്താ പറയാ, നല്ല ഫ്രണ്ടാണ്, എന്നും കാണും, സംസാരിക്കും. നമുക്ക് മുറി ഇംഗ്ലീഷിലാണെങ്കിലും പറഞ്ഞു ഞാൻ ഫലിപ്പിക്കും. എന്തായാലും ഹായ് ഹലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്നേഹം. അപ്പൊ ആളുടെ പേര് മിക്കി എന്നാണ് പേര്. അപ്പൊ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഫോട്ടോ ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞാ വൈറലായി സംഭവം 1 മില്യൺ ഒക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോ എന്നോട് അവൻ പറഞ്ഞത്, നിനക്ക് ഇൻസ്റ്റയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 50-50 എനിക്ക് തരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ. ഇനിയിപ്പോ അവിടെ ചെല്ലുമ്പോൾ അവൻ വരുമാനം ചോദിക്കും, എന്നാ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇൻസ്റ്റയിൽ നിന്ന് പൈസ കിട്ടത്തില്ല, ഞാൻ എങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. ചേച്ചിക്ക് ഒരു ഗോൾഡൻ വിസ കിട്ടും എന്നൊക്കെ കിട്ടുമോ? കിട്ടട്ടെ, കിട്ടിയാൽ നല്ല കാര്യല്ലേ. അമേരിക്കയിൽ പോകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അമേരിക്കയിൽ പോകാൻ ചാൻസ് ഉണ്ടെങ്കിൽ സന്തോഷമല്ലേ, അതൊക്കെ എന്ത് സന്തോഷമാണ് അതൊക്കെ. ആ നിമിഷം ഭയങ്കര സന്തോഷം. ചാൻസ് ഉണ്ടെങ്കിൽ അത്ര നല്ല. ദൈവമേ എത്രയും വേണം അമേരിക്കയിൽ പോകാനുള്ള ചാൻസ് എനിക്ക് തരണേന്നേ ഉള്ളൂ പ്രാർത്ഥന. അപ്പോഴും നമ്മുടെ കേരളത്തിലെ ആൾക്കാർ പറയുന്നത് ഇവിടെ നിന്ന് പോയി തരുമെന്ന്. എല്ലാരുമില്ല, ഒരു പറ്റം പോയി തരുമെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് വീണ്ടും തിരിച്ചു വരും, അനുഭവിച്ചു. അത്രേ ഉള്ളവരോട്. ഓക്കെ, ഇനി ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി ചിന്തിക്കാതിരുന്നുകൂടാന്നില്ല. ചിലപ്പം ചിന്തിക്കുമായിരിക്കും. പക്ഷെ ഇതുവരെ ഇപ്പൊ ഈ ഇരിക്കുന്ന നിമിഷം വരെ എന്തായാലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന നിമിഷം ഇനി മുന്നോട്ട് എന്താന്ന് എനിക്ക് ഞാൻ എന്നും പറയുന്നില്ല. മുന്നോട്ട് ചിലപ്പോൾ ചിന്തിക്കാതിരിക്കാം. എന്തായാലും കുറെ പ്രപ്പോസൽസ് ഒക്കെ വന്നായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ അങ്ങോട്ട് നോക്കി, മുഖത്ത് നോക്കി പ്രപ്പോസൽ ചെയ്യുന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയും, കുറച്ച് ഞാൻ പറയുന്ന എമൗണ്ട് എന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് എന്റെ മക്കളുടെ അക്കൗണ്ടിൽ ഇട്ടാ വേണം എന്റെ കല്യാണം കെട്ടാൻ. ഒരു പൈസക്കാരനെയാണോ കിട്ടാൻ നോക്കുന്നത്? അങ്ങനെയല്ല, ഞാൻ തമാശ രീതി പറഞ്ഞാണ്. വേണമെങ്കിൽ നമുക്ക് നോക്കാം. പൈസക്കാരനാകുമ്പോ എനിക്ക് ഓടി നടക്കണ്ടല്ലോ, എനിക്ക് തെറിയൊന്നും കേൾക്കണ്ടല്ലോ, ഞാൻ വീട്ടിൽ ഇരുന്നാ പോരെ, അദ്ദേഹം കാശുണ്ടാക്കിയ. അത്തരത്തിലൊരു പണക്കാരൻ വന്ന് രേണു ചേച്ചിയെ കെട്ടുകയാണെങ്കിൽ ചേച്ചി സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പരിപാടിയൊക്കെ നിർത്തുവോ? അതാലോചിക്കണം. അപ്പോഴും രേണു ചേച്ചിക്ക് അതിന് സാധിക്കുമോ? എനിക്ക് സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല, ആലോചിക്കണം. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. ഞാൻ നാളെ ഒരാള് കെട്ടാമെന്ന് പറഞ്ഞ് വരികയാണ്, ചേച്ചിക്ക് ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾ കെട്ടുകയാണ്. അപ്പം പുള്ളിക്കാരൻ കല്യാണത്തിന് ശേഷം പറയാണ്, രേണു ഇതൊക്കെ നിർത്തിക്കോ, എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ലെന്ന് പറയുകയാണെങ്കിൽ അയാൾ ഡിവോഴ്സ് ചെയ്യൂ? അദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്യുമെന്നോ?
ഞാൻ കെട്ടിയില്ല, ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഗസ് ചെയ്യുവാണ്. ഇല്ല, ഡിവോഴ്സ് ചെയ്തില്ല. അദ്ദേഹം എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അയാളെ ഡിവോഴ്സ് ചെയ്യുന്നത്? എന്റെ ആവശ്യമില്ല. അപ്പം പുള്ളി പറയുന്നതിൽ ഇതൊക്കെ നിർത്തും? തീർച്ചയായിട്ടും നിർത്തി വീട്ടിയിരിക്കും. പക്ഷെ പിള്ളേരുടെ എന്റെ കാര്യം നോക്കണം, അതാരാണേലും. അതിനെ പറഞ്ഞ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഞങ്ങളുടെ 3 പേരുടെ പേരിൽ ഇട്ടാൽ മാത്രമേ കെട്ടത്തുള്ളൂ.